ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ ഇന്ന് ഈ ബൈബിൾ സ്റ്റഡിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ എളിയ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വചന പഠനം നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതത്തിന് മാത്രമല്ല, നിങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, ഔദ്യോഗിക ജീവിതത്തിൽ, എന്തിന് നിങ്ങളുടെ ദൈവവേലയോടുള്ള ബന്ധത്തിൽ എല്ലാം ഒരു വലിയ അനുഗ്രഹമായി തീരട്ടെ. ഞാൻ അങ്ങനെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവിന് സ്തോത്രം. നാം നാളുകളായി പഠിച്ചു വന്ന വിഷയമാണല്ലോ പരിശുദ്ധാത്മാവ് എന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ചലനങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ആലോചനകൾ, പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പുകൾ എല്ലാം നമ്മൾ ചിന്തിച്ച് വരികയാണ്. കർത്താവ് കൃപയാൽ നമുക്ക് തന്ന ഈ 66 പുസ്തകങ്ങളിൽ അടങ്ങിയ ബൈബിൾ, ആ വേദപുസ്തകം, ആ ബൈബിളിലെ ഓരോ അക്ഷരങ്ങളിലൂടെയും ഓരോ അധ്യായങ്ങളിലൂടെയും ഓരോ വാക്കുകളിലൂടെയും പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നു. നൂറ്റാണ്ടുകളായി പരിശുദ്ധാത്മാവ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. ഒരുപക്ഷെ ഒരു വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ബൈബിൾ വായിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ഈ വേദപുസ്തകത്തിലെ ചില വാക്യങ്ങൾ നാം കാണാതെ പഠിച്ച് അത് ഉരുവിടുമ്പോൾ എല്ലാം പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. ഈ വലിയ ഭാഗ്യം ദൈവം നമുക്ക് തന്നു. ദൈവം എഴുതി തന്നു. പരിശുദ്ധാത്മാവ് എഴുതി തന്നു. 66 പുസ്തകങ്ങൾ യേശുക്രിസ്തുവിന് നമ്മോട് സംസാരിക്കാനുള്ളതെല്ലാം എഴുതി തന്നിരിക്കുന്നു. അത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. എത്ര മനോഹരമാണ് ഈ ക്രിസ്തീയ ജീവിതം! എത്ര മനോഹരമാണ് വചനത്തോട് ചേർന്നുള്ള ജീവിതം! ഒരു ഊഹാപോഹത്തിൻ്റെ പിന്നാലെ അല്ല പോകുന്നത്, ഒരു ചിന്താഗതിയുടെ പിന്നാലെയല്ല പോകുന്നത്. ഈ ഭൂമിയിലെ ഏതെങ്കിലും ഒരു ആത്മീയ നേതാവോ ഏതെങ്കിലും ഒരു മനുഷ്യനോ പറഞ്ഞ ചില വാക്കുകൾ, അതിൻ്റെ പിന്നാലെ അല്ല പോകുന്നത്. കാലാകാലങ്ങളിൽ ആത്മീയ നേതൃത്വത്തിൽ വരുന്ന പലരും ഒരുപക്ഷെ അവരുടെ ചിന്താഗതി അനുസരിച്ച് ചിലത് പറയും. അത് ശരിയാണോ എന്ന് നാം അറിയുന്നത് വചനം വെച്ചാണ്. കർത്താവിന് സ്തോത്രം. വചനം വെച്ച് നോക്കണം. എത്ര വലിയ ആത്മീയ നേതാവ് പറഞ്ഞാലും വചനത്തിലുണ്ടോ എന്ന് പരിശോധിക്കണം. വേദപുസ്തകം പറയുന്നു, ബെരോവിയിലുള്ളവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നുവെന്ന്. എന്താണ് ബെരോവിയിലുള്ളവർക്ക് പ്രത്യേകത? അവർക്ക് എന്താണ് ആ ഒരു പദവി, ഉത്തമന്മാരെന്നുള്ള ആ ഒരു ലേബൽ കിട്ടാൻ കാരണം? ഒറ്റക്കാര്യം, അവർ വചനം കേൾക്കുക മാത്രമല്ല, അതങ്ങനെ തന്നെയോ എന്ന് ദിനംപ്രതി തിരുവെഴുത്തുകളെ ശോധന ചെയ്തു വന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ, എല്ലാവരും മനുഷ്യരല്ലേ, ഏതെങ്കിലും ഒരു ആത്മീയ നേതാവ്, അല്ലെങ്കിൽ ഒരു സഭാ നേതാവ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കക്ഷിയുടെ നേതാവ്, അങ്ങനെ അവരാരെങ്കിലൊക്കെ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ അതിൻ്റെ പിന്നാലെ പോകരുത്. വചനം എന്ത് പറയുന്നു? വാട്ട് സ്ക്രിപ്ചർ സെയ്സ്, അതായിരിക്കണം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. വചനമാകുന്ന പാറമയിൽ അടിസ്ഥാനമിടണം. ക്രിസ്തുവാകുന്ന പാറമയിൽ അടിസ്ഥാനമിടണം. പരിശുദ്ധാത്മാവാകുന്ന യഥാർത്ഥ അടിസ്ഥാനം ഊന്നി ഉറപ്പിച്ചുകൊണ്ട് വേണം നാം മുന്നോട്ട് പോകാൻ. ഇല്ലെങ്കിൽ നമുക്ക് തെറ്റുവരും. ഈ ഫൈനൽ തെറ്റ് പറ്റുമോ എന്ന് എപ്പോഴാണ് മനസ്സിലാക്കുന്നത്? നാം മരണത്തോടടുത്ത് അക്കരെ ചെല്ലുമ്പോൾ മനസ്സിലാകും, അയ്യോ എനിക്ക് തെറ്റുപറ്റി. പിന്നെ തിരുത്താൻ സമയമില്ല. ഈ ഭൂമിയിൽ നമ്മുടേതായ ചില സത്യങ്ങളിലും നമ്മുടേതായ ചില ഉറപ്പുകളിലും മാത്രം ഉറച്ചു പോകരുത്. വചനത്തിലുള്ള ഉറപ്പ് വേണം. കൃപയാൽ പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയിൽ ഈ വചനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പോകുന്നത്. വചനം എന്തു പറയുന്നു? വചനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? അതുകൊണ്ട് കൂടുതൽ വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാണ് എല്ലാ വെള്ളിയാഴ്ചയും ഈ വചനം പഠിപ്പിക്കുന്നതായ വചന പഠന ബൈബിൾ ക്ലാസ് നടത്തുന്നത്. എല്ലാ വെള്ളിയാഴ്ചയും യൂട്യൂബിലൂടെ ഈ വചനം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു. കർത്താവ് കൃപയാൽ തന്ന ഏറ്റവും നല്ലൊരു വിഷയം പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള വിഷയമാണ്. അത് ഓരോ പുസ്തകങ്ങളിൽ ബൈബിൾ അടിസ്ഥാനപ്പെടുത്തി ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളിൽ എവിടെയെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ പ്രകടമായി നിൽക്കുന്നു. പരോക്ഷമായി പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണല്ലോ ബൈബിൾ മുഴുവൻ. ദൈവം എന്നൊരു വാക്ക് പോലുമില്ലാത്ത എസ്തേറിൻ്റെ പുസ്തകത്തിൽ പോലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഹല്ലേലൂയ.
ഓ, ഈ വചനം വായിക്കുമ്പോൾ എന്തൊരു സമാധാനവും സന്തോഷവുമാണ് നമുക്ക് കർത്താവ് തരുന്നത്. എന്തുകൊണ്ടാണ്? ഈ വചനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവിക പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണത്. ദൈവ സാന്നിധ്യത്തിൻ്റെ കൃപയാണത്. നാം ആശ്വാസമില്ലാതിരിക്കുമ്പോൾ, സങ്കടപ്പെട്ട് വേദനപ്പെട്ട് ദുഃഖിച്ച് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഈ ബൈബിൾ എടുത്തൊന്നും ആത്മാർത്ഥമായി വായിക്കുക. നിങ്ങളുടെ ടെൻഷൻ ഒലിച്ചു പോകും. നമ്മുടെ ആകുലങ്ങളും സങ്കടങ്ങളെല്ലാം മാറിപ്പോകും. കർത്താവിൻ്റെ സ്തോത്രം. ഞാൻ ഈ ആമുഖം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് തിരുവചനത്തിലേക്ക് വരാം. പരിശുദ്ധാത്മാവ്, യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിലെ ചില കാര്യങ്ങളാണ് നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞത്. യെഹെസ്കേലിൻ്റെ മേൽ ആത്മാവ് വന്നു. എത്ര മനോഹരമാണ്! ആത്മാവ് വന്നപ്പോൾ യെഹെസ്കേലിനെ നിവർന്നു നിൽക്കുമാറാക്കി. നിവർന്നു നിന്ന് കഴിഞ്ഞപ്പോൾ ദൈവം അവനോട് സംസാരിച്ചു. കർത്താവിൻ്റെ സ്തോത്രം. സംസാരിച്ചത് കേട്ട് മത്സരികളായ ഇസ്രായേൽ ജനത്തിൻ്റെ അടുക്കിലേക്ക് പ്രവാചകനെ അയക്കുകയാണ്. അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും നീ അവരോട് വചനം പ്രസ്താവിക്കണമെന്ന് പറഞ്ഞു. എപ്പോഴും ദൈവമക്കൾ പറയുന്നത് എല്ലാവരും റിസീവ് ചെയ്യണമെന്നില്ല. അങ്ങനെയല്ലേ? കേട്ടാലും കേൾക്കാഞ്ഞാലും പറയുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അതാണ് ഇമ്പോർട്ടൻ്റ്. ദൗത്യമാണ് ഇമ്പോർട്ടൻ്റ്. ചിലർ കേൾക്കും, ചിലർ കേൾക്കുകയില്ല. ചിലർ മുൻവിധിയോടെ ഇരിക്കും, ചിലർ എതിർക്കും, ചിലർ ചോദ്യം ചെയ്യും, ചിലർ മത്സരിക്കും. ഇത് ജനത്തിൻ്റെ അവസ്ഥയാണ്. പക്ഷേ ഒരു ദൈവത്തിൻ്റെ പ്രവാചകനോ ദൈവത്തിൻ്റെ അഭിഷിക്തനോ അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും പ്രവചിക്കേണ്ടവരാണ്. കാരണം പരിശുദ്ധാത്മാവ് ഉള്ളിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ് പറയേണ്ടതാണ് അനുസരിക്കേണ്ടത്. മനുഷ്യന് എന്ത് തോന്നും, മനുഷ്യൻ എന്ത് ചിന്തിക്കും, അതൊന്ന് ചിന്തിച്ചാൽ നമുക്ക് പറയാൻ പറ്റുകയില്ല. പരിശുദ്ധാത്മാവ് ദുഃഖിക്കും. ദൈവാത്മാവ് എന്താണോ നമുക്ക് നമ്മുടെ നാവിലൂടെ നമ്മുടെ അന്തരംഗത്തിൽ ബോധ്യം തരുന്നത്, അതിനനുസരിച്ച് വേണം നാം മുന്നോട്ട് പോകാൻ. അത് വചനവുമായി ബന്ധപ്പെട്ട് പോകുന്നുണ്ടോ എന്ന് നാം ശോധന ചെയ്യുകയും ചെയ്യണം. നമുക്ക് ഇന്ന് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 12-ാമത്തെ വാക്യം ഒന്ന് ചിന്തിക്കുക. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അപ്പോൾ ആത്മാവിനെ എടുത്ത് യഹോവയുടെ മഹത്വം അവൻ്റെ സ്ഥലത്തിൽ നിന്ന് വാഴ്ത്തപ്പെടട്ടെ എന്ന് ഞാൻ വലിയ മുഴക്കത്തോടെ ഒരു ശബ്ദം എൻ്റെ പിറകിൽ കേട്ടു. വളരെ മനോഹരമായ ഒരു അവസ്ഥയിലേക്ക്, ഒരു അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് നയിക്കുകയാണ്. അപ്പോൾ ആത്മാവ് എന്നെ എടുത്തു. ഇവിടെ 2-ാം അധ്യായത്തിൽ നാം വായിച്ചത് അപ്പോൾ ആത്മാവ് എൻ്റെ മേൽ വന്നു. ആത്മാവ് വന്നു, ആത്മാവ് എടുത്തു. ഇതെല്ലാം മനോഹരമായ ചില അനുഭവങ്ങളാണ്. പ്രാപിക്കണമെന്നുള്ള ദാഹമെന്നും നമ്മുടെ ഉള്ളിൽ വേണം. ദാഹമെന്ന ആ ഒരു അവസ്ഥയ്ക്ക് ക്രിസ്തീയ ജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ഉത്സവങ്ങളുടെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ദാഹം, ആത്മാവിന് വേണ്ടിയുള്ള ദാഹം, വചനത്തിന് വേണ്ടിയുള്ള ദാഹം, കൃപയ്ക്ക് വേണ്ടിയുള്ള ദാഹം, ദൈവ സാന്നിധ്യത്തിന് വേണ്ടിയിട്ടുള്ള ദാഹം, എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ? ഇന്ന് ഈ ഭൂമിയിൽ അനേക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ദാഹമാണോ? പണത്തിന് വേണ്ടിയുള്ള ദാഹം, പാപത്തിന് വേണ്ടിയിട്ടുള്ള ദാഹം, തിന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ദാഹം, ലോകമോഹങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ദാഹം, ഈ ലോകത്തിലെ കാര്യങ്ങൾ സാധിപ്പിക്കാനുള്ള ദാഹം, ഇങ്ങനെ അനേകം ദാഹത്താൽ മനുഷ്യർ നടക്കുകയാണ്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവിക കാര്യങ്ങളിൽ ദാഹമുള്ളവരായി നാം തീരണമെന്നാണ്. അങ്ങനെ നാം ദൈവിക കാര്യങ്ങൾ ദാഹമുള്ളവരായി തീരുമ്പോൾ നമ്മുടെ ഭൗതിക കാര്യങ്ങൾ ദൈവം നിവർത്തിച്ചു തരും. എന്നാൽ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ ദാഹിച്ചു നടന്നാൽ ഒരുപക്ഷെ നിങ്ങളുടെ ഭൗതിക കാര്യങ്ങൾ പോലും മുഴുവൻ കിട്ടുകയില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ ആത്മീയമായി നഷ്ടപ്പെട്ടവരാകും. നഷ്ടപ്പെടുന്നത് എന്താണ്? നിത്യതയാണ്. നിത്യസ്വർഗമാണ് നഷ്ടപ്പെടുന്നത്. ഇറ്റേണിറ്റി ഈസ് എ റിയാലിറ്റി. അത് ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല. നിത്യത അത് അനന്തമാണ്. അതാണോ വേണ്ടത്? ഈ ഭൂമിയിൽ തീർന്നു പോകുന്ന ചില നൈമിഷിക സുഖങ്ങളും സൗകര്യങ്ങളുമാണ് വേണ്ടത്. നാം ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ച് ചില സമർപ്പണങ്ങൾ എടുക്കണം. ഈ ഭൂമിയിൽ എന്തെല്ലാം നേടിയാലും എത്ര നാളുണ്ട്? മരണം വരെയുള്ളൂ. എന്നാൽ അതിനുശേഷമാണ് യഥാർത്ഥമായ ആ വലിയൊരു ദീർഘകാലം, കാലങ്ങൾ പോലും അളക്കാൻ പറ്റാത്ത നിത്യത തുടങ്ങുന്നത്. എന്നാൽ ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് നിത്യജീവൻ്റെ അവകാശം പ്രാപിക്കാം. അതിന് നമുക്ക് സമർപ്പണം വേണം. ആത്മീയമായ കാര്യങ്ങളിൽ നാം മുൻതൂക്കം കൊടുക്കണം. കർത്താവിന് സ്തോത്രം. ഇവിടെ അപ്പോൾ ആത്മാവ് എന്നെ എടുത്തു. നാം ഇന്ന് ഈ തിരുവചനം ബൈബിൾ ക്ലാസ് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ ഒന്ന് എടുക്കണമെന്ന് നിങ്ങൾ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? എത്ര പേർ ദാഹിക്കുന്നുണ്ട്? എത്ര പേര് കൊതിക്കുന്നുണ്ട്? ഞാൻ എന്നെ മാറ്റി നിർത്തിയിട്ടല്ല നിങ്ങളോട് ഇതൊന്നും പറയുന്നത്. എനിക്കും
ഒരു കൊതി കർത്താവ് തന്നിട്ടുണ്ട് കൃപയാൽ. ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ കർത്താവ് നടത്തുന്നത് പോലെ നടന്നാൽ മതി. വലിയ പണക്കാരനാകാനൊന്നും മോഹമില്ല, പ്രശസ്തനാകാനും മോഹമില്ല. എന്നാൽ എനിക്കൊരു ദാഹം കർത്താവ് തന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് കർത്താവിൻ്റെ വേല ചെയ്യണം. ഇടങ്കയും വലങ്കയും തിരിച്ചറിയാത്ത ജനത്തിൻ്റെ അടുക്കിലേക്ക് ചെന്ന് പരിശുദ്ധാത്മ നിറവിൽ എനിക്ക് ശുശ്രൂഷ ചെയ്യണം. പരിശുദ്ധാത്മാവ് നിറവിൽ ഈ തിരുവചനം ശുശ്രൂഷിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ പ്രാപിച്ച് പാവപ്പെട്ട ജനത്തെ സത്യത്തിൽ നടത്തണം. ഹല്ലേലൂയ. ഇതെല്ലാം എൻ്റെ ആഗ്രഹവും കൊതിയും പ്രാർത്ഥനയും സമർപ്പണവുമാണ്. പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രി എന്ന ഒരു പ്രാർത്ഥന സംഘടന മൂവാറ്റുപുഴയിലുണ്ട്. മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് കോട്ടയം റൂട്ടിൽ ഒരു 250 മീറ്റർ യാത്ര ചെയ്താൽ MC റോഡിൻ്റെ സൈഡിലാണ് ആ പ്രാർത്ഥനാ ഹാള്. എന്നാൽ അതിനു മുമ്പ് ഞാനും എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയും ചേർന്ന് ഫോർ മൈ ജീസസ് സാജു ആൻഡ് സാലി എന്ന പേരിൽ ഒരു യൂട്യൂബ് തുടങ്ങി. 3-4 വർഷമായി എന്നാണ് എൻ്റെ ഓർമ്മ. അതിലൂടെ ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ കർത്താവിൻ്റെ വചനം പറയുന്നു. സാലി എഴുതിയതോ മറ്റേതെങ്കിലും ദൈവമക്കൾ എഴുതിയതോ ആയ പാട്ടുകൾ സാലി പാടുന്നു. അത് റെക്കോർഡ് ചെയ്ത് ഞങ്ങളുടെ പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയിലുള്ള മീഡിയ ടീം അതെല്ലാം കൃത്യസമയത്ത് എല്ലാം കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കർത്താവിൻ്റെ മഹത്വമുള്ള വേലയാണ്. ലോകമെമ്പാടുമുള്ള ജനം ഇത് കാണണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എൻ്റെ കർത്താവിൻ്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണമെന്നാണ്. കൃപയാൽ ഞങ്ങളും അത് ആഗ്രഹിക്കുന്നു. അവസരം കിട്ടുമ്പോഴെല്ലാം പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഭാര്യ, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ സ്വന്തക്കാർ, എൻ്റെ ബന്ധക്കാർ, എൻ്റെ വീട്ടുകാർ, എൻ്റെ നാട്ടുകാർ അതിൽ ഒതുങ്ങി നിൽക്കരുത്. ഇന്ന് ലോകമെമ്പാടുമുള്ള മാനസാന്തരപ്പെടാത്തവരെ ഓർത്ത് സ്വർഗത്തിന് വേദനയുണ്ട്, യേശുവിന് വേദനയുണ്ട്. നമുക്കെത്ര വേദനയുണ്ട്? നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള വേദന വരണം. ഞാൻ എന്നും ഇങ്ങനെ ചിന്തിക്കും, കർത്താവേ, ഇന്ന് ഭൂമിയിലുള്ള യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ സഭാഭേദം മറന്ന്, കക്ഷിഭേദം മറന്ന്, സഭാവ്യത്യാസങ്ങൾ മറന്ന്, വലിപ്പ ചെറുപ്പങ്ങൾ മറന്ന് ഒരു മനമായി ഒരു ഹൃദയമായി നിന്ന് ഒന്നിച്ച് പ്രാർത്ഥിച്ചാൽ ഈ 825 ചെല്ലുവാനും കോടിയിൽ രക്ഷിക്കപ്പെടാത്ത ബാക്കിയുള്ള ജനം മുഴുവൻ രക്ഷിക്കപ്പെടും. പക്ഷേ ഇന്ന് പിശാചിൻ്റെ വലിയൊരു തന്ത്രം എല്ലാവരെയും ഇങ്ങനെ സെപ്പറേറ്റ് നിർത്തിയിരിക്കുകയാണ്. വേർപാടിൻ്റെ വലിയ ചുമര് പണിതുകൊണ്ടിരിക്കുകയാണ് പിശാച്. വേർപാടിൻ്റെ ചുമര് പണിയുന്നത് ദൈവമല്ല, പിശാചാണ്. കാരണം കാൽവറിയിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു വേർപാടിൻ്റെ നടിച്ചവർ ഇടിച്ചു കളഞ്ഞതാണ്. പക്ഷേ ആ പൊടിയിൽ നിന്നും പലരും ഇന്ന് പണിതുയർത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ചർച്ച്, എൻ്റെ സഭ, എൻ്റെ ശുശ്രൂഷ, എൻ്റെ കക്ഷി, എൻ്റെ കൂട്ടായ്മ. എൻ്റെ പ്രിയരെ, ലജ്ജ തോന്നും അങ്ങനെ പറയുന്നത് കേട്ടാൽ. നിങ്ങളാരും എന്നോട് ദേഷ്യം തോന്നരുത്, ക്ഷമിക്കണം. എൻ്റെ എന്ന് പറയാൻ നമുക്ക് എന്തുണ്ട് പ്രിയരെ? കർത്താവിൻ്റേതാണ് സഭ, കർത്താവിൻ്റേതാണ് ആത്മാക്കൾ, കർത്താവിൻ്റേതാണ് വചനം. ഈ വചനം പറയുന്ന നിങ്ങളാരുടേതാണ്? നിങ്ങളും കർത്താവ് അധ്വാനിച്ച് വിലയ്ക്ക് വാങ്ങിയവരല്ലേ? പിന്നെ നമുക്ക് എന്ത് അഭിമാനിക്കാനുണ്ട്? എൻ്റെ സഭ എന്ന് ചിലരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ശരിക്കും ലജ്ജ തോന്നും. പ്രിയപ്പെട്ടവരെ, ഞാൻ ആരെയും വിധിച്ചുകൊണ്ട് പറയുകയല്ല. പക്ഷേ എൻ്റെ കർത്താവിൻ്റെ സഭ, അങ്ങനെ നമ്മൾ സമർപ്പിച്ചാൽ മാത്രമേ ആ സഭയെ കർത്താവ് പണിയൂ. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കില്ല എന്ന് കർത്താവ് നമ്മുടെ കൂട്ടത്തെയോ സഭയെയോ കൂട്ടായ്മയോ നോക്കി പറയണമെങ്കിൽ അത് കർത്താവിൻ്റേതായി തീരണം. സഭയുടെ വളർച്ച എന്ന് പറഞ്ഞാൽ ആൾ കൂടുന്നത് മാത്രമല്ല, അതൊരു ചെറിയ ഭാഗം. എത്ര പേർ രക്ഷിക്കപ്പെടുന്നു, എത്ര പേർ ദൈവരാജ്യത്തിൽ ജനിക്കുന്നു, എത്ര പേർ നിത്യതയുടെ അവകാശികളായിത്തീരുന്നു, അതാണ്. അതിനാത്മാവ് വരണം. യഹസ്കേലിന്മേൽ ആത്മാവ് വന്നു, ഇപ്പോഴിതാ യഹസ്കേലിനെ ആത്മാവ് എടുത്തു. പരിശുദ്ധാത്മാവ് കരങ്ങളിലെടുക്കുന്ന അനുഭവം. പരിശുദ്ധാത്മാവ് കരങ്ങളിലെടുത്താൽ പരിശുദ്ധാത്മാവാണ് പിന്നെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. പരിശുദ്ധാത്മാവാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. പിന്നെ മാനുഷികമായ വലിയ കാര്യങ്ങളൊന്നുമില്ല. മനുഷ്യൻ ലിസ്റ്റ് എഴുതിയും മനുഷ്യൻ നോട്ട് എഴുതിയും മനുഷ്യൻ പ്രോഗ്രാം എഴുതിയും ഇതൊന്നും വേണ്ടെന്നല്ല. പക്ഷെ അതിലുപരിയായി പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ്, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് തരും. എങ്ങനെ ചെയ്താൽ
പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കണം. കുറച്ച് നമ്മുടെ കയ്യിൽ, ബാക്കി പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കട്ടെ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് വരികയില്ല. സമ്പൂർണമായും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിനായി നമ്മെ തന്നെ സമർപ്പിച്ചാൽ, ശുശ്രൂഷകൾ സമർപ്പിച്ചാൽ പരിശുദ്ധാത്മാവ് വന്നെല്ലാം ഏറ്റെടുക്കും. അത് മനോഹരമാണ്, നമുക്ക് ടെൻഷനില്ല. സ്തോത്രം. പരിശുദ്ധാത്മാവ് എന്നെ എടുത്തു. യെഹെസ്കേലിൻ്റെ സാക്ഷ്യമാണത്. എന്നെ എടുത്തിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അന്ന് അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തല പ്രവൃത്തികളിൽ പറഞ്ഞു, ഐ ആം ഡ്രോൺ ഔട്ട് ഇറസിസ്റ്റബിളി ബൈ ദ ഹോളി സ്പിരിറ്റ്. ഞാൻ പരിശുദ്ധാത്മാവിനാൽ പിടിക്കപ്പെട്ടവനായി മുന്നോട്ട് പോകുന്നു. ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി മുന്നോട്ട് പോവുകയാണ്, യെരൂശലേമിലേക്ക് പോവുകയാണ്. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളതൊന്നും ഞാൻ അറിയുന്നില്ല. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വലിയതായി എണ്ണുന്നില്ല. അപ്പോസ്തലൻ്റെ സമർപ്പണം. എൻ്റെ ഓട്ടവും എന്താണ് എൻ്റെ ലക്ഷ്യം? അപ്പോസ്തലൻ പറയുകയാണ്, എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തേക്കണമെന്നേ എനിക്കുള്ളൂ. കറ തീർന്ന സമർപ്പണം. എൻ്റെ പ്രിയരെ, ഒരുപക്ഷെ നമ്മൾ ജോലി ചെയ്യുന്നവരാകും, നമ്മൾ കുടുംബം പുലർത്തുന്നവരാണ്, നമ്മൾ ഈ ഭൂമിയിലെ അനേക കാര്യങ്ങൾ ഇടപെടുന്നവരാണ്. പക്ഷെ സമർപ്പണം ഇതായിരിക്കണം. അത് ജോലിയുണ്ട്, ജോലി ചെയ്യണമല്ലോ. ജോലിയോടുകൂടി ദൈവവേല ചെയ്യുന്നത് കുറച്ച് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ മുഴുവൻ സമയം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചവർ അങ്ങനെ പോവുകയും ചെയ്യണം. പക്ഷേ ഈ വേല ചെയ്യാൻ വേണ്ടി അനേക റൂമിൽ പോയി കൈനീട്ടരുത്. കർത്താവിനോട് പ്രാർത്ഥിച്ച് പ്രാപിച്ചോളണം, ഇല്ലെങ്കിൽ അധ്വാനിച്ച് പ്രാപിച്ചോളണം. അയ്യോ, ദൈവവേലയ്ക്ക് ഇച്ചിരി തരാവോ എന്ന് ചോദിച്ചാൽ മറ്റുള്ളവരുടെ മുമ്പിൽ കെഞ്ചാൻ പോകരുത്. അത് സർവ്വസമ്പന്നനായ ദൈവത്തിന് അപമാനമാണ്. ഒന്നുകിൽ മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിച്ചു വാങ്ങിച്ചുകൊള്ളണം, ഇല്ലെങ്കിൽ സ്വന്തമായി അധ്വാനിച്ച് പ്രാപിച്ചുകൊള്ളണം. ഈ രണ്ട് വഴിയേ ദൈവങ്ങൾക്കുള്ളൂ. കർത്താവിന് സ്തോത്രം. ഇല്ല, മൂന്നാമത് ആരെങ്കിലും ദൈവാത്മാവ് ബോധ്യപ്പെടുത്തി ആരെങ്കിലും ഇങ്ങോട്ട് തരുന്നുണ്ടോ, വാങ്ങാം. ഈ 3 വഴിയേ ഉള്ളൂ, നാലാമത് വേറെ വഴിയില്ല. സ്തോത്രം. കർത്താവിൻ്റെ വലിയ നാമം ബോധ്യപ്പെടട്ടെ. ഹല്ലേലൂയ. ഞാൻ ഒരിക്കലും ആരെയും വിഷമിപ്പിക്കാനോ ആരെയും അധിക്ഷേപിച്ചൊന്നും അല്ല പ്രിയരെ പറയുന്നത്. കർത്താവ് കൃപയാൽ എൻ്റെ ഹൃദയത്തിൽ തന്ന ചില കാഴ്ചപ്പാടുകളാണ് ഞാൻ പറയുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ആത്മാവ് എന്നെ എടുത്തു. എന്തിനാണ് എടുത്തത്? യഹോവയുടെ മഹത്വം അവൻ്റെ സ്ഥലത്ത് നിന്ന് വാഴ്ത്തപ്പെടട്ടെ എന്ന് ഞാൻ വലിയ മുഴക്കത്തോട് ശബ്ദം എൻ്റെ പിറകിൽ കേട്ടു. പരിശുദ്ധാത്മാവ് എടുക്കുന്നത് ദൈവമഹത്വം കാണിക്കാനാണ്. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ്. നിങ്ങൾക്കറിയാമോ, യേശു ക്രിസ്തുവിനെ ഉയർത്തുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിൻ്റെ ലക്ഷ്യം. യേശുവിന് മഹത്വം കരയേറ്റുക, യേശുവിൻ്റെ നാമം പ്രചരിപ്പിക്കുക, യേശു ക്രിസ്തുവിൻ്റെ നാമം വെളിപ്പെടുത്തുക. ഇതെല്ലാമാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. നാം യേശുവിൻ്റെ നാമം വെളിപ്പെടുത്തിയാൽ അത് തികവാകുകയില്ല, അത് പൂർണ്ണതയാകുകയില്ല. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുമ്പോഴാണ് യേശു ആരാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. യേശു ആരാണ്? ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവൻ എത്ര മഹാനെന്ന് നോക്കുവീൻ. എബ്രായ ലേഖനം പറയുന്നു. വീണ്ടും എബ്രായ ലേഖനത്തിൽ മറ്റൊരിടത്ത് പറയുന്നു, പവിത്രൻ, നിർമ്മലൻ, നിർദോഷൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുമ്പോഴാണ് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള നാമം ഉയരുകയാണ്. സ്തോത്രം. യേശുവിൻ്റെ മഹത്വം വർദ്ധിക്കാനാണ് പരിശുദ്ധാത്മാവ് നമ്മെ എടുക്കുന്നത്. സ്തോത്രം. നമ്മുടെ സ്വന്തം മഹത്വമല്ല, സ്വന്തം നന്മയല്ല, സ്വന്തം നന്മകൾ പ്രകീർത്തിക്കുകയല്ല. പരിശുദ്ധാത്മാവ് യേശുവിനെക്കുറിച്ച് പ്രകീർത്തിക്കുന്നു. സ്തോത്രം. ഈ തലമുറയിൽ യേശുവിനെ മാത്രം ഉയർത്തുന്നവരായി, യേശുവിന് മാത്രം മഹത്വം കൊടുക്കുന്നവരായി, ഒരു കൂട്ടായ്മയ്ക്കല്ല, ഒരു സഭയ്ക്കല്ല, ഒരു നേതാവിനല്ല, ഒരു ദൈവവേലക്കാർക്കല്ല, മഹത്വം മുഴുവൻ രാജാതിരാജനായ യേശു ക്രിസ്തുവിന് കൊടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ടവരായി ശുശ്രൂഷ ചെയ്യുവാൻ ഈ തലമുറയിൽ മകനെ നിനക്ക് നിൽക്കാമോ, മകളെ നിനക്ക് നിൽക്കാമോ എന്നാണ് ജീവനുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇന്ന് നിങ്ങളോട് ചോദിക്കുന്നത്, എന്നോടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വാക്കുകളുടെ മുന്നിൽ നിങ്ങളുടെ സമർപ്പണമെന്ത്? ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിനാൽ സമ്പൂർണ്ണമായി നിയന്ത്രിക്കപ്പെട്ട് യേശുക്രിസ്തുവിനെ മാത്രം ഉയർത്തിക്കൊണ്ട്, വാക്കുകൾ കൊണ്ട് മാത്രമല്ല, ജീവിതം കൊണ്ടും സംസാരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകൾ കൊണ്ടും, കുടുംബജീവിതം കൊണ്ടും വ്യക്തി ജീവിതം കൊണ്ടും ഔദ്യോഗിക ജീവിതം കൊണ്ടും ദൈവവേല കൊണ്ടെല്ലാം
യേശുക്രിസ്തുവിനെ ഉയർത്തണം. പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്നുകൊണ്ട് ഉയർത്തുന്ന ഒരു പദവിയിലേക്ക് വരാൻ ദൈവം നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ഇതാ യെഹെസ്കേലിനെ ദൈവം എടുത്തു, ദൈവത്തിൻ്റെ മഹത്വം കാണിച്ചു. അതുപോലെ പരിശുദ്ധാത്മാവ് നമ്മെ എടുക്കട്ടെ, പരിശുദ്ധാത്മാവ് ദൈവമഹത്വം നമ്മെ കാണിക്കട്ടെ. യേശുക്രിസ്തുവിനെ ഉയർത്തുന്ന മഹാഭാഗ്യം, യേശുക്രിസ്തുവിന് മഹത്വം കരയേറ്റുന്ന മഹാഭാഗ്യം, ആ വലിയ ഭാഗ്യപദവിയിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും നയിക്കട്ടെ, നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യെഹെസ്കേൽ പ്രവചനത്തിലെ രണ്ടാമത്തെ ചിന്ത ഞാൻ അതിന് ഇവിടെ വിരാമം കുറിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മറക്കല്ലേ, പരിശുദ്ധാത്മാവ്, സ്തോത്രം, പരിശുദ്ധാത്മാവ് എടുത്തു, പരിശുദ്ധാത്മാവ് വന്നു. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ ആത്മീയമായ ഏതെങ്കിലും ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ ഞങ്ങളിൽ നിന്ന് ലഭിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതെല്ലാം കർത്താവ് ഇടയാക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം.